നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ഭരതവംശം, ഭരതനിൽ നിന്നുണ്ടായതായ ഈ വംശം. പിന്നെ ഇതിന് പൂരുവംശം എന്ന പേരുണ്ട്. ഇങ്ങനെ പല പേരുകളുണ്ട്. ത്യാഗികളുടെ കൂട്ടത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പൂരു. അങ്ങനെ പേരുകേട്ട, ധർമ്മത്തിനും അഹിംസയ്ക്കും ത്യാഗത്തിനും ഒക്കെ പേരുകേട്ട ഈ വംശം എന്നും ലോകത്തിന് ആശ്രയമായിരുന്നു. ദേവന്മാര് ദേവലോകത്തിൽ അസുരന്മാരുടെ അതിക്രമം ഉണ്ടാവുകയും അസുരന്മാരുടെ പരാജയത്തിന് തങ്ങൾക്ക് വേണ്ടുന്നതായ ശേഷി ഇല്ല എന്ന് ദേവന്മാർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അസുരന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരിൽ നിന്നിട്ട് ദേവലോകത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായത്തിന് നേരെ ഈ രാജവംശത്തിൽ പിറന്ന രാജാക്കന്മാരെ സമാശ്രയിക്കാറുണ്ട്. അങ്ങനെയുള്ളതായ ചരിത്രം നീ ഓർക്കൂ. നിന്റെ ആ പിതാമഹന്മാരുടെ പവിത്രമായിരിക്കുന്ന ആ സേവന ഉദ്യോഗം ഒരിക്കലും അവരുടെ ആ പാരമ്പര്യത്തെ നീ കൈവിടരുത്. അതിനെ കൈവിട്ട് കളഞ്ഞാൽ ഈ നാട്ടിൽ അഴിമതിയും അക്രമവും നടക്കുമ്പോഴേക്കും നീ കണ്ണുമടച്ച് ശാന്തി ശാന്തി എന്ന് പറഞ്ഞിരുന്നാൽ ഈ നാട്ടിൽ അതിക്രമം വളരും, സജ്ജനങ്ങൾ ദുഃഖിതരായി തീരും, കഷ്ടപ്പെടും, അവർക്ക് രക്ഷയില്ലാതായി തീരും, നിന്റെ പിതാമഹന്മാർക്ക് അപമാനമായി തീരും. സ്വർഗത്തിൽ വസിക്കുന്ന അവർ നരകതുല്യമായ ഒരു അവസ്ഥയില്, മാനസികാവസ്ഥയില് എത്തിച്ചേരും. അങ്ങനെ അവരെ ഒരിക്കലും നരകത്തിലേക്ക് പതിക്കാനായിട്ട് നീ അവസരമുളവാക്കരുത്. മാഗമ ക്ഷീണ പുണ്യസ്ത്വം സാനുജ പാപികാം ഗതിം. നീ നിന്റെ അനുജന്മാരോടൊപ്പം പുണ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. എപ്പോഴാ പുണ്യം നഷ്ടപ്പെടുന്നത്? ചെയ്യേണ്ടതായ കർത്തവ്യം ചെയ്യാതെ വരുമ്പോ. അങ്ങനെ പുണ്യമെല്ലാം നഷ്ടപ്പെടുത്തി സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതലയിൽ പരാജയപ്പെട്ട് നിന്റെ അനുജന്മാരോടൊപ്പം നീ പാപാത്മാക്കളുടെ ആ ഒരു പതനത്തിൽ ചെന്ന് വീഴരുത്. അതുകൊണ്ട് അല്ലയോ യുധിഷ്ഠിര, നീ യുദ്ധ്യസ്വ രാജധർമ്മേണ, രാജധർമ്മത്താൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് നീ ചെയ്യേണ്ടതായ കർത്തവ്യം ചെയ്യുക. തുടർന്ന് കുന്തി യുധിഷ്ഠിരനെ കേൾപ്പിക്കാൻ വേണ്ടി വിദുളോപാഖ്യാനം പറയുന്നു. വിശദമായിട്ട് അതിവിടെ ചർച്ച ചെയ്യില്ല, വേറൊരവസരത്തില് നമുക്കത് കാണാം. വിദുള എന്നു പേരായ ഒരു രാജമാതാവ് തന്റെ പുത്രന് കൊടുത്ത ഉപദേശമാണ് വിദുളോപാഖ്യാനം. വിദുളയുടെ മകൻ രാജാവായിരുന്നു. പക്ഷേ അന്ന് പ്രബലനായിരുന്ന സിന്ധു രാജാവ് വിദുളയുടെ മകനുമായിട്ട് യുദ്ധം ചെയ്തു. ആ രാജാവ്, വിദുളയുടെ പുത്രൻ, യുദ്ധത്തിൽ പരാജയപ്പെട്ടു, തിരിഞ്ഞോടി നേരെ കൊട്ടാരത്തിൽ ചെന്നു അമ്മയോട് ചോദിച്ചു, അല്ലയോ അമ്മേ, ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വിദുള തന്റെ പുത്രന് പരാജയപ്പെട്ട് ഭയന്ന് ഇനി പടക്കളത്തിലേക്കില്ല, ഈ നാട് വിട്ടു പോയാൽ അതായിരിക്കും ക്ഷേമകരം എന്ന ചിന്തയോടുകൂടി ഓടി വന്നിരിക്കുന്ന മകന് കരുത്ത് പകർന്നുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷത്രിയന്റെ ധർമ്മത്തെ, ക്ഷത്രിയന്റെ കർത്തവ്യത്തെ ഉപദേശിക്കുന്നതാണ് വിദുളയുടെ ആ വാക്യം. അതാണ് വിദുളോപാഖ്യാനം. ഒരു ചെറിയ കഥയാണ് ഇതിനകത്ത് ഇവിടെ ചേർത്തിരിക്കുന്നത്.
പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് വിതുള പറയും, അലാദം തിന്തുകസ്യേവ മുഹൂർത്തമപി വിജ്വല. അരേ കുഞ്ഞെ, നീ പനച്ചിക്കൊള്ളി പോലെ ആളിക്കത്തണം. പനച്ചി എന്നു പേരായ മരമുണ്ട്. ആ മരത്തിന്റെ കമ്പ് വളരെ പെട്ടെന്ന് തീപിടിക്കുന്നതാണ്. അങ്ങനെ പനച്ചിക്കൊള്ളി എങ്ങനെയാണോ ആളിപ്പടരുന്നത്, അതേ പ്രകാരത്തിൽ നീ പടക്കളത്തിൽ ശത്രുവിനെ മുഴുവൻ ഭസ്മീകരിച്ചുകൊണ്ട് ആളിപ്പടരണം, നിന്റെ സർവശക്തിയും എടുത്ത്. അലാദം തിന്തുകസ്യേവ മുഹൂർത്തമപി വിജ്വല. അലാദമെന്ന് പറഞ്ഞാൽ ഒരു കൊള്ളി നാം ഇരുട്ടത്ത് ഇങ്ങനെ വളരെ വേഗത്തിൽ വൃത്താകൃതിയിൽ കറക്കുമ്പോഴേക്കും ആ കൊള്ളി ഒരു വലിയ വൃത്തം പോലെ, തീയുടെ വൃത്തം പോലെ നമുക്ക് കാണപ്പെടും. അതാണ് അലാദം. അങ്ങനെ ആ പനച്ചിക്കൊള്ളിയുടെ അലാദം പോലെ നീ ആളിക്കത്തുക. മാ തുഷാഗ്നിരിവാനർച്ചി ധൂമായസ്വജീവിഷു. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കൊതി പൂണ്ടിട്ട് നീ ഉമിത്തി പോലെ ഇങ്ങനെ നീറി നിഷ്പ്രയോജനമായി കിടക്കരുത്. മുഹൂർത്തം ജ്വലിതം ശ്രേയ. ഒരു നിമിഷം ആളിക്കത്തുന്നതാണ് ശ്രേയസ്. എന്നുവെച്ചാൽ ധുമായുധം ചിരം. അല്ലാതെ ഏറെക്കാലം ഇങ്ങനെ പുകഞ്ഞു കിടക്കുന്നതല്ല. ഏറെക്കാലം ഇങ്ങനെ പുകഞ്ഞു കിടക്കുന്നതല്ല ശ്രേയസ്. വിതുള തന്റെ മകനോട് പറയാണ്. ആ വിതുളോപാഖ്യാനം, ഈ വാക്യങ്ങൾ കുന്തി യുധിഷ്ഠിരനെ കേൾപ്പിക്കുക. താൻ ചെയ്യേണ്ടതായ കർത്തവ്യം സർവശക്തിയും എടുത്തിട്ട് പടക്കളത്തിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് കുന്തി ഉപദേശിക്കുന്നു. യുധിഷ്ഠിരനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞ കൊടുത്തത് ഇങ്ങനെ കുന്തിയാണ്. യുദ്ധത്തിന്റെ തീരുമാനം പാണ്ഡവപക്ഷത്തു നിന്ന് വരുന്നത് കുന്തിയുടെ നിശ്ചയത്തിലാണ്. കുന്തിയാണ് മക്കളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. കുന്തിയുടെ വാക്യങ്ങൾ ധർമ്മ സംരക്ഷണത്തിന്റെ ഒരു വലിയ ഗാഥയാണ് എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് കുന്തി കൃഷ്ണനോട് പറയുന്നു, അപ്പോ മഹാരാജാവിനോട് നീ ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് പോയി പറയുക എന്ന് പറഞ്ഞിട്ട് തുടർന്ന് തന്റെ മക്കൾക്ക്, മറ്റുള്ള 4 പേർക്കും അതേപോലെ പാഞ്ചാലിക്കും വേണ്ടുന്നതായ നിർദ്ദേശവും കുന്തി പറയുന്നുണ്ട്. കുന്തി ചൊല്ലുന്നു തുടർന്ന് കൃഷ്ണനോട്, നമോ ധർമായ മഹതേ ധർമ്മോധാരയതി പ്രജാഹ. മാഹാത്മ്യമേറിയതായ ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. യുദ്ധത്തിന് കുന്തി ആജ്ഞ കൊടുക്കുന്ന അവസരത്തില് ആ ആജ്ഞ ആ ധർമ്മത്തിനു വേണ്ടിയിട്ടാണ് കുന്തി നൽകുന്നത്. ധർമ്മത്തിന്റെ അവസ്ഥയെ സുസൂക്ഷ്മമായിട്ട് ഇത്രയും വർഷങ്ങളില് വിവിധങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കുന്തി വിലയിരുത്തി പഠിച്ചു വരികയായിരുന്നു. മറ്റെല്ലാ മാർഗങ്ങളും, ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും അടഞ്ഞപ്പോ ഇനി യുദ്ധം, അത് മാത്രമേ ഉള്ളൂ. അതിലൊരു വിട്ടുവീഴ്ചയും അരുത്. ശത്രുക്കളെ മുഴുവൻ ധ്വംസിച്ചിരിക്കണം. അമ്മയുടെ ആജ്ഞയാണ്. ശത്രുക്കളെ മുഴുവൻ ധ്വംസിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടേ അമ്മയുടെ സമീപത്ത് ചെന്ന് അമ്മയെ കാണാനുള്ള അനുവാദമുള്ളൂ എന്ന് കുന്തിയുടെ വാക്കുകളിൽ നിന്ന് വളരെ സ്പഷ്ടമായി ധ്വനിക്കുന്നുമുണ്ട്. എല്ലാം ധർമ്മത്തെ ആസ്പദമാക്കിക്കൊണ്ട്. യുദ്ധത്തിന് ആജ്ഞ കൊടുക്കുമ്പോൾ കുന്തി ഒന്നുകൂടി ഉറക്കെ പറയുന്നു, മഹാത്മ്യമേറിയതായ ധർമ്മത്തിനായിക്കൊണ്ട് നമസ്കാരം. എന്താ ധർമ്മത്തിന് ഇത്രയേറെ പ്രാധാന്യം? ധർമ്മോധാരയതി പ്രജാഹ. പ്രജകളെ, നാട്ടിലുള്ള എല്ലാ ആളുകളെയും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, പ്രജകളുടെ കൂട്ടത്തില് ഭാരതീയ ശാസ്ത്രമനുസരിച്ചിട്ട് മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും പുല്ലും പുഴുവും സമുദ്രവും നദികളും പർവ്വതങ്ങളും എല്ലാം പെടും. ഇതെല്ലാം രാജാവിന്റെ പ്രജകളാണ്. അതിനെല്ലാം സംരക്ഷിക്കാനുള്ള ചുമതല രാജാവിനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ആ മഹാത്മാവ് ആരാണ്? ധർമ്മമാണ്. ധർമ്മമാണ് പ്രജകളെ മുഴുവൻ രക്ഷിക്കുന്നത്. ആരാ ധർമ്മം? വേദാന്ത ശാസ്ത്രത്തിന്റെ പൂർണ്ണതയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരമാത്മാവാണ് ധർമ്മം, ഈശ്വരനാണ് ധർമ്മം.
ഈശ്വരന്റെ ആ ധർമ്മസ്വരൂപത്തെ ഈ ഭൗതിക ജഗത്തില് പ്രവർത്തിപ്പിക്കുവാനുള്ള ചുമതലയാണ് ഭരണാധിപനിൽ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി അധികാരവും അതേപോലെ തന്നെ നിയമസംഹിതയും ആയുധങ്ങളും സൈന്യവും എല്ലാം നൽകിയിരിക്കുന്നു ഭരണാധിപന്റെ കയ്യിൽ. യുധിഷ്ഠിരനോട് പറഞ്ഞതാണ്, കുഞ്ഞെ, നീ ചെയ്യേണ്ട കർത്തവ്യം നിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് നീ വഴുതിപ്പോകരുത്, അതിൽ നിന്ന് നീ വീണുപോകരുത്. കാരണം ഏറ്റവും മാഹാത്മ്യമേറിയ ധർമ്മമാണ്. ആ ധർമ്മം ഈശ്വരനാണ്, ആ ധർമ്മം പരമാത്മാവാണ്. ആ ധർമ്മത്തിലാണ് എല്ലാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും. അങ്ങനെയുള്ള ധർമ്മത്തെ ഞാനിതാ വന്ദിക്കുന്നു.